വീണ്ടും നമുക്ക് ട്യൂണ വെച്ചിട്ട് ഒരു ഈസി റെസിപ്പി കണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ട്യൂണയുടെ എന്ത് പരിപാടി വന്നാലും ഞാനത് അപ്പം തന്നെ പിടിക്കുന്നു. ബിക്കോസ് ട്യൂണ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, എസ്പെഷ്യലി ഈ ക്യാൻഡ് ട്യൂൺ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വന്നപ്പോൾ ശരിക്കും എനിക്ക് എന്താ ഓർമ്മ വന്നു പറയുന്നത്, നമ്മൾ കഴിച്ചിട്ടുള്ള നാട്ടിലെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇല്ലേ, ശരിക്കും അതിന്റെ ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ആകെയുള്ളൊരു പ്രശ്നം, നമ്മൾ ചിലപ്പോൾ കുറച്ചധികം ചോറ് അങ്ങോട്ട് കഴിക്കും. അതത്ര നല്ലതല്ല. ഞാൻ ഭയങ്കര കാര്യമായിട്ട് പറയാൻ വരായിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കാം, 15 മിനിറ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കാം. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചധികം സമയമെടുത്തു ഇതൊന്ന് വറുത്ത് കിട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ മീനൊന്ന് വറുത്ത് കിട്ടാനും. അപ്പൊ അതൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് വേണമെങ്കിൽ വെച്ചു. അടാറ് പൊട്ടിത്തെറിയായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി ഓയിലിനകത്തുള്ള ക്യാൻ ട്യൂണ വാങ്ങിയാം, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. അതൊക്കെ കഴിഞ്ഞതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നല്ല ചൂട് ചോറിന്റെ കൂടെ, മട്ടേരി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, ഞാൻ ബസ്മതി അരിയാ എടുത്തത്. എന്നിട്ട് ഇങ്ങനെ ചൂട് ചോറിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട.